മിഷനെ അറിയാനും മിഷനെ സ്നേഹിക്കാനും മിഷനെ വളർത്താനുമായി ഫിയാത്ത് മിഷൻ സംഘടിപ്പിക്കുന്ന GGMന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അബോർഷന് വേണ്ടി പോകുന്ന അമ്മമാർ അബോർഷൻ ചെയ്യാതിരിക്കാനും അബോർട്ട് ചെയ്യാൻ സാധ്യതയുള്ള കുഞ്ഞുങ്ങൾ അബോർട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു നന്മ നിറഞ്ഞ മറിയം എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ പറ്റുമോ? വേറെ സ്ഥലത്ത് അച്ഛന്മാരിടുന്ന ഡ്രസ്സുകളുടെ ഒരു ഇതുണ്ട്, അതാണ് എനിക്ക് ചിലപ്പോൾ നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം എന്നൊരു കുഞ്ഞു വാക്ക് മതി നമുക്ക് ഒരു ഇൻസ്പിറേഷനും മോട്ടിവേഷനും ഒക്കെ കിട്ടാനായിട്ട്. ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്ന ധീരരായിട്ടുള്ള വൈദികരെയും സന്യസ്തരെയും അൽമാരെയൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റി. അവരുടെ തീക്ഷ്ണത ഞങ്ങളുടെ ഉള്ളിലേക്ക് പകർന്നിട്ടുണ്ട്. I love Jesus. I love Jesus. കേരള സഭയുടെ ഒരു നല്ല മിഷൻ ഇനിഷ്യേറ്റീവാണ് ഈ ഒരു മിഷണറി എക്സിബിഷൻ. നമ്മുടെ കേരള സഭ മുഴുവൻ ഇവിടെ വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സഭ ഫലം പുറപ്പെടുവിക്കുന്നത് ഇങ്ങനെയുള്ള എക്സിബിഷനുകളിലൂടെയാണ്, ഇങ്ങനെയുള്ള കോൺഫറൻസുകളിലൂടെയാണ്. നമ്മൾ കാണാൻ പോകുന്ന സ്റ്റോള് ഒത്തിരി കോയിൻസും ഫസ്റ്റ് ഡേ എൻവലപ്സും സ്റ്റാമ്പ്സ് ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോളാണ്. എല്ലാം ക്രിസ്ത്യമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കളക്ഷനാണ് നമ്മളിവിടെ കാണുന്നത്. നമുക്ക് അതിനായിട്ട് കൂടുതലായിട്ട് ആൾ പരിചയപ്പെടുകയും ആളുടെ അടുത്ത് കൂടുതൽ ഡീറ്റെയിൽസ് ചോദിക്കുകയും ചെയ്യാം. ഇന്ത്യൻ തപാൽ വകുപ്പ് ക്രൈസ്തവ സഭയെ ആദരിച്ച് ഇറക്കിയ സ്റ്റാമ്പുകൾ ആണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത്. ക്രിസ്ത്യൻ സ്റ്റാമ്പുകളാണ് ഇവിടെ വച്ചിരിക്കുന്നത് മുഴുവൻ. ആദ്യത്തെ സ്റ്റാമ്പ് എന്ന് പറയുന്നത് 1963 ഇറങ്ങിയ സെൻറ്റ് തോമസ് സ്റ്റാമ്പാണ്. അതിനുശേഷം ക്രോസ് 5 സ്റ്റാമ്പ് ഇറങ്ങിയിരുന്നു. പിന്നീട് ഇപ്പോൾ ഏതാണ്ട് 68 സ്റ്റാമ്പുകൾ വിശുദ്ധരുടെയും പള്ളികളുടെയും ചിത്രത്തോടെയുള്ള സ്റ്റാമ്പുകൾ ഇറക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നാണയങ്ങൾ റിസർവ് ബാങ്ക് 5 രൂപയുടെയും 100 രൂപയുടെയും നാണയങ്ങൾ 2010 ഇറക്കുകയുണ്ടായി. മദർ തെരേസയുടെയും അൽഫോൻസാമ്മയുടെയും രണ്ടുപേരും സെയിൻ്റ് ആയ സമയത്താണ് ഇത് ഇറക്കുന്നത്. ഇതെല്ലാം ഇവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പെഷ്യൽ കവറുകൾ, ഇന്ത്യൻ തപാൽ വകുപ്പ് ഇറക്കിയ സ്പെഷ്യൽ കവറുകൾ ഏതാണ്ട് 120ഓളം എണ്ണം ക്രിസ്ത്യാനിറ്റിയിലുള്ളത് തന്നെ ഉണ്ട്. അതെല്ലാം ഇവിടെ പ്രദർശനത്തിന് വെച്ചിരിക്കുന്നത്. ഈ വാളിൽ കാണുന്നത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാവോ? ഇതെന്താ? നമ്മുടെ ഇതുവരെയുള്ള മാർപ്പാപ്പമാരുടെ ചിത്രങ്ങളുള്ള ഇത് നമ്മൾ ഇറക്കിയതല്ല, സഭ ഇറക്കിയിരുന്നത്. ഞാനിത് ഇവിടെ പ്രദർശനത്തിന് വെച്ചിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇത് കോയിൻ കളക്ഷൻസ്, കോയിൻ കളക്ഷൻ എന്നുള്ളത് ഇത് റിസർവ് ബാങ്കിൽ പണം അടച്ചെടുക്കണ്ട, മുൻകൂർ പണം അടയ്ക്കണം. 6 മാസം കഴിയുമ്പോഴത്തേക്കേ വരുള്ളൂ. 100 രൂപ നാണയം എന്ന് പറയുന്നത് 5 രൂപ സർക്കുലേഷനിൽ വരുന്നതാണ്. ഇത് സിൽവറാണ് ഈ 100 രൂപ എന്ന് പറയുന്നത്. അത് മുൻകൂർ പണം അടയ്ക്കുന്ന എത്ര പേരുണ്ടോ അത്ര എണ്ണം മാത്രമേ ഇറക്കുന്നുള്ളൂ. ഇത് സ്റ്റാമ്പ് കളക്ഷൻ. ഇത് ചാവറയച്ചൻ്റെ സ്റ്റാമ്പാണ്. അതുപോലെ തന്നെ സെൻറ്റ് തോമസ്, അൽഫോൻസ, മദർ തെരേസ, ഡോൺ ബോസ്കോ, അങ്ങനെ ഏതാണ്ട് 64 സ്റ്റാമ്പുകൾ ക്രിസ്ത്യാനിറ്റി ആയിട്ടുള്ളത് ഇറങ്ങിയിട്ടുണ്ട്. ഇത് ഫസ്റ്റ് സ്റ്റാമ്പ് സെൻറ്റ് തോമസ് സ്റ്റാമ്പ്. ഇത് ക്രോസ് 5 മൈലാപ്പൂർ ഇതിലെ കുരിശിൻ്റെ പടമാണ്. അങ്ങനെ ഇറക്കിയിരിക്കുന്ന വിശുദ്ധരുടെ ചിത്രത്തോട്. ഇത് ഡോൺ ബോസ്കോ സലേഷ്യൻ, ഇത് പേപ്പൽ സെമിനാരി. അങ്ങനെ 64 എണ്ണം ക്രിസ്ത്യാനിറ്റിയിലുള്ളത് ഇറങ്ങിയിട്ടുണ്ട്. ഇത് സ്പെഷ്യൽ എംബലപ്സ്. അത് 100-ലധികം ഉണ്ട്. ഈ ഇവരുടെയൊക്കെ സ്റ്റാളുകൾ ഇപ്പോൾ ഇതിനകത്തുണ്ട്. അവരൊക്കെ വന്ന് കണ്ടായിരുന്നു അവരുടെ കവറുകൾ ഇറങ്ങിയിരിക്കുന്നത്. ഇത് സഭയുടെ ആയിട്ട് ഇറങ്ങിയിരിക്കുന്ന ഇത് മദർ തെരേസ. ഇത് ക്രിസ്തു ജയന്തി പ്രമാണിച്ച് ഇങ്ങനെ ഒരു സ്റ്റാമ്പ് ഉണ്ടെന്ന് പോലും ആർക്കും അറിയത്തില്ല. 2000 ഇറക്കിയതാണ് ഈ സ്റ്റാമ്പ്. ആ, അതൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെന്നുള്ളതാണ്. ആരും കളക്ട് ചെയ്യാനും ശ്രമിക്കുന്നില്ല. ഇത് അൽഫോൻസ
ബ്ലസ്സഡ് ആയപ്പം ഇറക്കിയ സ്റ്റാമ്പും അതിൻ്റെ ക്യാൻസലേഷനുമാണ്. ഇത് ഇവിടെ വേളാങ്കണ്ണി പള്ളിയുടെ ചിത്രത്തോടു കൂടിയത്. ഇത് സെയിൻ്റ് ആയപ്പോൾ ഇറക്കിയ ഫസ്റ്റ് ഡേ കവറാണ്. ഫസ്റ്റ് ഡേ കവർ ഇതിൽ അൽഫോൻസായുടെ ഹാൻഡ് റൈറ്റിങ്ങാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത് മാർപ്പാപ്പ 85 ഇന്ത്യ വന്നപ്പം വന്ന സ്ഥലങ്ങളെല്ലാം കൂടെ ആ ഗ്രാഫത്തെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇറക്കിക്കുന്നത്. അതിന് അത് ക്യാൻസൽ ചെയ്ത് തരുന്നത്. അതിന് നല്ല മൂല്യമുള്ളതാണ്. ഇത് പോപ്പ് വിസിറ്റ് എന്നും പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. ഇത് രാഷ്ട്രപതി ഭരണങ്ങാനത്ത് വന്നപ്പം ഇറക്കിയിരിക്കുന്നതാണ്. ഇതെല്ലാം പള്ളികളുടെയാണ്. ഇതിൽ പലരും തൃശ്ശൂരുള്ള പള്ളികളുടേതാണ് ഇതൊക്കെ, ഈ കാണുന്നതൊക്കെ. അധികം അത് ഇറങ്ങിയിട്ടില്ല, ഒരു 8-10 അങ്ങനെ ഇറങ്ങിയിട്ടുള്ളൂ. ഇത് പാലായിലുള്ളൊരു പള്ളിയാണ്, സെൻറ്റ് ആൻ്റണീസ് പള്ളി എന്നും പറഞ്ഞ് പാലായിലുള്ളൊരു പള്ളിയുടെ ഇറങ്ങിയിരിക്കുന്നതാണ്. അങ്ങനെ ഒരുപാട് തൃശ്ശൂരുള്ള ഒത്തിരി പള്ളികളുടെ ഇറങ്ങിയിട്ടുണ്ട്. ഇന്ത്യയിലെ എല്ലാ ഭാഗത്തു നിന്നും ഉള്ളത് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ഇത് കുറവലങ്ങാട് പള്ളിയുടെയാണ്. ആ, ഇത് എറണാകുളത്തുള്ള മദർ ഏലീശ്വ എന്നും പറഞ്ഞ്, അതൊക്കെ വളരെ റെയറായിട്ടാണ്, കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള. ഇത് കുരിശടിയുടെയാണ്, തിരുവനന്തപുരത്ത് നിന്നുള്ള. ഇതെല്ലാം അങ്ങനെ സ്പെഷ്യൽ കവറുകളായിട്ട് ഇറക്കിയിട്ടുള്ള കവറുകളാണ്. ഇത് കോട്ടയം രൂപതയുടെ ഈ ജ്ഞാനായി തോമസ് എന്ന് പറയുന്ന ആളുടെ ചിത്രത്തോടു കൂടി ഇറക്കിയിരിക്കുന്നതാണ്. അവരുടെ ആ ഒരു കവർ മാത്രമേ ഇറക്കിയിട്ടുള്ളൂ. ഇത് മാർപ്പാപ്പ തൃശ്ശൂർ വന്നപ്പോഴത്തെ ഇതിൻ്റെ ക്യാൻസലേഷനായിട്ട് ഈ കൊടുത്തിരിക്കുന്നത്. അത് 86 മാർപ്പാപ്പ തൃശ്ശൂർ വരുന്നത് ഈ പള്ളിയിലാണ് വന്നത്, പുത്തൻപള്ളിയിൽ. അതിൻ്റെ 25ാം വാർഷികത്തിന് ഇറക്കിയതാണ് ഈ കവറ്. ഇതെല്ലാം അങ്ങനെ ഓരോ പ്രത്യേകതകളുള്ളതാണ് എല്ലാം. ഇത് മാപ്രാണം പള്ളിയുടെയാണ്, മെഴുകുതിരിയുടെ വലിയ മെഴുകുതിരിയുള്ള റെക്കാർഡുള്ള പള്ളി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇറങ്ങിയിരിക്കുന്നതാണ്. അത് സ്പെഷ്യൽ കവറല്ല, ഫസ്റ്റ് ഡേ കവറായത്. ഇത് നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇതെല്ലാം. ഇതും നമ്മുടെ തൃശ്ശൂരുള്ള ഒരു പള്ളിയുടെയാണ് ക്യാൻസലേഷന്. ഇനി എന്നാ ചോദിക്കാനുള്ളത്? പോസ്റ്റേജ് കവറുകളാണ് ഇതെല്ലാം. ഇത് തൃശ്ശൂരുള്ള പള്ളിയാണ്. ഇത് കളക്ട് ചെയ്യുന്ന ഫിലാറ്റ്ലി ബ്യൂറോ എന്ന് പറഞ്ഞ എറണാകുളം, തിരുവനന്തപുരം, കോഴിക്കോട് 3 സ്ഥലത്തേ ഇത് കിട്ടുള്ളൂ. അവിടെ നമ്മൾ മുൻകൂർ പൈസ അടച്ച് ഇത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇറങ്ങുന്നത് ഇങ്ങനെ അയച്ചു തന്നുകൊണ്ടിരിക്കും. അങ്ങനെ അയച്ചു വരുന്നതിനകത്ത് നിന്ന് ഈ ക്രിസ്ത്യൻ സ്റ്റാമ്പുകളുടെ മാത്രം ഞാൻ കളക്ട് ചെയ്യും. ബാക്കിയുള്ളത് വേറെ ഇങ്ങനെ കളക്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വെച്ച് മാറും. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കൂടെ കളക്ട് ചെയ്യുക എന്നുള്ള ബുദ്ധിമുട്ടായി ഇപ്പം. അതുപോലെ എണ്ണമുണ്ട്. ഇപ്പം ഞാൻ ഈ ക്രിസ്ത്യൻ സ്റ്റാമ്പുകളുടെ മാത്രമേ കളക്ട് ചെയ്യുന്നുള്ളൂ. സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ മനുഷ്യരുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി തുടങ്ങിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണിത്. വർഷങ്ങളായിട്ട് പ്രത്യേകിച്ച് ഫിയാത്ത് മിഷൻ്റെ കെയർ ഓഫിലുള്ള വലിയൊരു മിഷൻ ഓറിയൻറ്റേഷൻ പ്രോഗ്രാമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വരാൻ പറ്റിയില്ലെങ്കിലും ഒരുപാട് പേർക്ക് ഇവിടെ വന്ന് നമ്മുടെ ശുശ്രൂഷകളെക്കുറിച്ച് അറിയാൻ, ആ മേഖലകളിൽ നേരിട്ട് പോകാൻ പറ്റിയില്ലെങ്കിലും ഇവിടെ വന്ന് ഈ വിവിധ സ്റ്റാളുകളിലൂടെയൊക്കെ നടന്നു നീങ്ങുമ്പോൾ ഒരു മിഷൻ അവയർനെസ്, മിഷൻ ഓറിയൻറ്റേഷൻ കൊടുക്കാൻ ഇതേറെ സഹായകമാണ്. ഇതിനെ സഹകരിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് നേതൃത്വം വഹിക്കുന്ന ഫിയാത്ത് മിഷനും എല്ലാ ആശംസകളും നേരുന്നു. സ്നേഹം. മണിപ്പൂരിലെ ഇംഫാൽ ആർച്ച് ബിഷപ്പ് ഫാദർ ലിനസ് നെലിയുമായി അവരുടെ സ്റ്റാളിൽ നിന്നും സംസാരിക്കാൻ നമുക്കൊരവസരം ലഭിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. Hello Bishop, how culturally different Manipur and Kerala is? There is a lot of difference because we are in the far-flung part of India, bordering Burma, and it is a hilly region. It's a developing, but it's a very, very far from developed state. Whereas in Kerala, we see Kerala, though the climate is warm, it is far more developed, and people are very, very good, hospitable, very kind, and everywhere you can see people are devoted. Everywhere we can see churches, and churches are full, and it's a very nice. There is a lot of difference between
definitely in development, in religiosity, hospitality between Kerala and Manipur, definitely. How current situation in Manipur is today? So from May 3rd, 2023, conflict broke out. Since the breaking out of the conflict to this day, there has been sporadic. It was in the beginning, it was very, very, very alarming. We can see the pictures, how the churches, how the between two ethnic groups conflict took place, and each one what we call destroying the property, the houses of others, and killing. But now the whole thing has subsided, and moreover with the election campaign right now, conflict situation has very much calmed down. Did the missionary works improve the situations in Manipur? Yes. Missionary work, Baptist missionary, Protestant missionary entered the Catholic Church, Manipur, more than 100 years ago. And the Catholic Church entered post-independence. And Catholic Church is made a big influence in the field of education, in health care, and social development. Catholic Church number is very small, 100,000 members only in 54 parishes, but 54 parishes and missions centers, but it is making a big difference in Manipur. CSC സിസ്റ്റേഴ്സിൻ്റെ സ്റ്റാളിലേക്കാണ് അടുത്തതായി നമ്മൾ പോകുന്നത്. നമുക്ക് അവരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. എൻ്റെ പേര് സിസ്റ്റർ നൈസി CSC. തൃശ്ശൂർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന കോൺഗ്രിഗേഷൻ ഓഫ് സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി എന്നാണ് ഞങ്ങളുടെ സന്യാസ സഭയുടെ പേര്. 1944 നവംബർ 21 തീയതിയാണ് ഞങ്ങളുടെ ഉപവി സന്യാസിനി സമൂഹം സ്ഥാപിതമായത്. 900-ൽ പരം സിസ്റ്റേഴ്സ് ഇന്ന് ദേശത്തും വിദേശത്തുമായി ജോലി ചെയ്യുന്നു. 3 പ്രോവിൻസുകളായിട്ട് തിരിഞ്ഞാണ് സിസ്റ്റേഴ്സ് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂർ, ഇരിങ്ങാലക്കുട, മിഷൻ പ്രദേശം, ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്നു. ഞങ്ങളുടെ സ്ഥാപക പിതാവിൻ്റെ പേര് ധന്യൻ അഗസ്റ്റിൻ ജോൺ ഊക്കനച്ചൻ എന്നാണ്. സ്നേഹം, സേവനം, സഹനം എന്നിവയാണ് ഞങ്ങളുടെ ആദർശവാക്യങ്ങൾ. കന്നാന്തര സ്നേഹം കരകവിഞ്ഞൊഴുകുന്ന പ്രേക്ഷിത രംഗങ്ങളാണ് സ്ഥാപക പിതാവിൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ പ്രധാനപ്പെട്ടവ. വിദേശത്ത് 40 സ്ഥലങ്ങളിലായി സിസ്റ്റേഴ്സ് സേവനമനുഷ്ഠിക്കുന്നു. വില്ലേജിലെ പാവപ്പെട്ടവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും പറയുകയും പല സ്ഥലങ്ങളിലായി ബുദ്ധിമാന്ദ്യം സംഭവിച്ച കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്കൂളുകളും അങ്ങനെ ഇതര പ്രവർത്തനങ്ങളും ചെയ്തു വരുന്നു. സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുവാൻ സിസ്റ്റേഴ്സ് അക്ഷീണം പ്രയത്നിക്കുകയാണ്. എൻ്റെ പേര് സിസ്റ്റർ ലിൻഡ CSC, കോൺഗ്രിഗേഷൻ ഓഫ് സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റിയിലെ അംഗമാണ്. ഞങ്ങളുടെ മിഷൻ രംഗങ്ങളെക്കുറിച്ചുള്ള ഒരു എക്സിബിഷനാണ് ഇവിടെ കാണുന്നത്. പ്രധാനമായിട്ടും ആഫ്രിക്കയിലും അതുപോലെ ഇന്ത്യയിലെ ത്രിപുര എന്ന സ്ഥലത്തൊക്കെ ഞങ്ങളുടെ സിസ്റ്റേഴ്സ് കരുണാർദ്ര സ്നേഹത്തിൻ്റെ സാക്ഷികളായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. കെനിയയിലൊക്കെ ഒരുപാട് ദരിദ്രരായിട്ടുള്ള ജനങ്ങളുടെ ഇടയിൽ സിസ്റ്റേഴ്സ് വളരെ ത്യാഗപൂർവം അവരുടെ സേവനങ്ങൾ കാഴ്ചവെക്കുന്നു. പാവപ്പെട്ടവർക്ക് വിദ്യ അഭ്യസിപ്പിച്ചു കൊടുക്കാം, അതുപോലെ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്ന കാര്യങ്ങൾ അവരെ സഹായിക്കുക, അങ്ങനെയുള്ള പല സേവനങ്ങളിലും സിസ്റ്റേഴ്സ് ഏർപ്പെടുന്നുണ്ട്. അതുപോലെ ത്രിപുരയിലെ സിൽച്ചാർ മിഷൻ ഇവിടെ നമുക്ക് കാണാം.
അതിൽ അവരുടെ വളരെ പാവപ്പെട്ട ജനങ്ങളാണ്. പ്രധാനമായിട്ട് അവരുടെ ജനങ്ങൾക്ക് വീടുകളൊക്കെ മുഴുവൻ മുള കൊണ്ടുള്ള വീടുകളൊക്കെയാണ്. നമ്മുടെ നാട്ടിലെ പോലെ ഉള്ള ഒരു ജീവിത ശൈലികളൊന്നും അല്ല അവരുടെ ഭക്ഷണ രീതികൾ. അവിടെ പ്രധാനമായിട്ടും കുട്ടികൾ നേരിടുന്ന ഒരു പ്രശ്നം മാൽന്യൂട്രീഷനാണെന്ന് മിഷണറീസ് അവരുടെ അനുഭവങ്ങളിൽ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ അവർക്കൊരു മോചനം കൊടുക്കാൻ, അതുപോലെ വിദ്യാഭ്യാസത്തിനൊന്നും അവർ വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. ഗവൺമെൻറ് കൊടുക്കുന്ന പല അവകാശങ്ങളും അവർക്ക് കിട്ടുന്നില്ല. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മുടെ സിസ്റ്റേഴ്സ് വളരെ ത്യാഗപൂർവ്വം അപകടം നിറഞ്ഞ പല മേഖലകളിലും പ്രവർത്തിക്കുന്നു. അതുപോലെ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലെ ഭിന്നശേഷിയുള്ള കുട്ടികളെ സംരക്ഷിക്കുക, അതുപോലെ തീരെ പാവപ്പെട്ട കോളനികളിൽ ജീവിക്കുന്ന മനുഷ്യരുടെ അടുക്കൽ ചെന്ന് ഭക്ഷണവും വസ്ത്രവും ഇല്ലാതെ രോഗികളായിട്ട് കിടക്കുന്ന മനുഷ്യർ, അവരുടെയൊക്കെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് മിഷൻ രംഗങ്ങൾ ഞങ്ങളുടെ കോൺഗ്രിഗേഷനുണ്ട്. CMI സഭയുടെ തൃശ്ശൂർ പ്രൊവിൻസിനെ കുറിച്ച് പറയാനായിട്ട് ബ്രദർ ടെറിനെ ക്ഷണിക്കുന്നു. അപ്പോൾ ഇത് ഞങ്ങളുടെ ഒരു സ്റ്റോളാണ് ഈ കാണുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് 3 സ്ഥലങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് കെനിയ, മഡഗാസ്കർ, പിന്നെ മഹാരാഷ്ട്ര. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന എൻ്റെ ഒപ്പം ഉള്ളത് ഞങ്ങളുടെ 2 ബ്രദേഴ്സാണ്. ഒന്ന് ദീസ്മാസ്, ഒന്ന് ജാക്സൺ. അപ്പോൾ അവർ ഫിലോസഫി പഠനം ബാംഗ്ലൂർ ധർമാരം കോളേജിൽ ഫിലോസഫി പഠനത്തിന് ശേഷം അവരിപ്പോൾ തിരിച്ച് കെനിയയ്ക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അവർ ചെറിയൊരു പാട്ട് കം ലെറ്റസ് കം ടുഗദർ ആൻഡ് പ്രേ ടുഗദർ എന്നൊരു ചെറിയൊരു പാട്ട്, ഒരു അർത്ഥമുള്ള ഒരു കെനിയൻ സോങ് അവർ പാടും. Njoni tumfanyie shangwe Mungu wetu, njoni tumfanyie shangwe Mungu wetu, tuimbeni sote kwa shangwe na ngoma, njoni tumfanyie shangwe Mungu wetu, tumpigie makofi, 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 tumpigie makofi, 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 tumpigie makofi, 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 makofi. Enyi na watoto njoni tufanyie shangwe Mungu wetu. Vijana nyanyukeni tuimbe leo, njoni tufanyie shangwe Mungu wetu. Tumpigie makofi, 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 tumpigie makofi, 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 makofi. Hata na wazee njoni tumfanyie shangwe Mungu wetu. Akina mama vijeni vijana njoni tumfanyie shangwe Mungu wetu. Tupigie makofi, 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 tupigie makofi, 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 makofi. കുത്തിത്തുറന്നൊരാ ആ മാറിയിലേ തിരുച്ചോരയാലെന്നെ കഴുകേണമേ. കുത്തിമുറിവേൽപ്പിച്ചിടുമ്പോഴും ക്രൂശിതനേ നീയൻ ആശ്രയമേ. അലിവേറും സ്നേഹമേ ആരാധന, അലിവുള്ള ദൈവമേ ആരാധന, അഴലെല്ലാം നീക്കുന്ന കാരുണ്യമേ ആത്മാവിലായിരം ആരാധന. ചേർന്ന് പാടാം. അലിവേറും സ്നേഹമേ ആരാധന, അലിവുള്ള ദൈവമേ ആരാധന,
എന്നെ സ്നേഹിക്കും ദൈവം ജീവൻ നൽകുന്നു ക്രൂശിൽ പാപം പോക്കുന്ന ദൈവം പ്രാണൻ നൽകുന്നു എനിക്കായി എന്നെ സ്നേഹിക്കും ദൈവം ജീവൻ നൽകുന്നു ക്രൂശിൽ പാപം പോക്കുന്ന ദൈവം പ്രാണൻ നൽകുന്നു എനിക്കായി അലിവേറും സ്നേഹമേ ആരാധന അലിവുള്ള ദൈവമേ ആരാധന അഴലെല്ലാം നീക്കുന്ന കാരുണ്യമേ ആത്മാവിനായിരം ആരാധന അലിവേറും സ്നേഹമേ ആരാധന അലിവുള്ള ദൈവമേ ആരാധന അഴലെല്ലാം നീക്കുന്ന കാരുണ്യമേ ആത്മാവിലായിരം ആരാധന. ഈ ലോകത്തിൽ നമുക്ക് ആരുമില്ലാത്ത ചില സാഹചര്യങ്ങളൊക്കെ നമ്മൾ നേരിടേണ്ടതായി വരും. അപ്പോഴെല്ലാം അതിരുകളില്ലാതെ നമ്മെ സ്നേഹിക്കുന്ന ഒരു യേശുവിനെ ഒന്ന് ചിന്തിക്കണമേ. അവന്റെ സ്നേഹത്തെക്കുറിച്ച് ചിന്തിച്ചാൽ നമ്മൾ ആത്മഹത്യയിലേക്കൊന്നും പോവില്ല. മനുഷ്യനിൽ മാത്രം സ്നേഹത്തെ ആശ്രയിക്കുന്നുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുക. തൻ്റെ മാറിലേക്ക് നമ്മൾ എന്നും ചേർത്ത് വെക്കുന്ന വലിയ സ്നേഹമുള്ള എൻ്റെ യേശുവിനെ നമുക്ക് ഒന്ന് ചേർന്ന് ആരാധിക്കാം. ആരുമില്ലാതെ തേങ്ങും നേരത്തിനാഥൻ മാറുവിൽ ചേർത്തന്നെ ഈശോ നൽകും തത്താണനെന്നും പാരിൽ ആരുമില്ലാതെ തേങ്ങും നേരത്തിനാഥൻ മാർവിൽ ചേർത്തന്നെ ഈശോ നൽകും തത്താണനെന്നും അലിവേറും സ്നേഹമേ ആരാധന യേശുവേ അലിവുള്ള ദൈവം ചേർന്ന് പാടിക്കേ അഴലെല്ലാം നീക്കുന്ന കാരുണ്യമേ ആത്മാവിലാ ചേർന്ന് പാടാം അലിവേറും സ്നേഹമേ അലിവുള്ള ദൈവമേ അഴലെല്ലാം കാരുണ്യമേ ചേർന്ന് സ്തുതിക്കാം. ഈ സ്നേഹത്തെ ചേർന്ന് സ്തുതിക്കാം. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ യേശുവേ യേശുവേ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ യേശുവേ ഞങ്ങളെ സ്നേഹിച്ച് കുരിശുമരണത്തോളം നമ്മെ സ്നേഹിച്ച നല്ലവനായ ദൈവത്തെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. അവിടുത്തെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവസ്നേഹത്തിന്റെ വക്താക്കളെ വെക്കാൻ കർത്താവേ ഞങ്ങൾ കൃപ നൽകണമേ. ഹല്ലേലൂയ. ലോകം മുഴുവനും യേശുവിന്റെ സ്നേഹത്തെ പ്രഘോഷിക്കാൻ കൃപ നൽകണേ കർത്താവേ. സകല മനുഷ്യരുടെ മുമ്പിൽ കർത്താവേ ശംഖ് തുറന്നും ഞങ്ങളെ നെഞ്ചോട് ചേർത്ത ക്രിസ്തുവിനെ സ്നേഹിച്ചു ആരാധിക്കുവാൻ കൃപ നൽകണമേ. ഹല്ലേലൂയ 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 യേശുവേ 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 യേശുവേ. അലിവേറും സ്നേഹമേ ആരാധന അലിവുള്ള ദൈവമേ ആരാധന അഴലെല്ലാം നീക്കുന്ന കാരുണ്യമേ